നമ്മുടെ ഈ ചെറിയ ലോകത്ത് പല തരത്തിലുള്ള മതങ്ങളുണ്ട്, പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഇവയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് പല സമയത്തിലും പല ഇടങ്ങളിലായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി, ഏതിനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും. ഈ സെയിം ടോപ്പിക് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ പറയുന്നത് ഇതൊരു മിത്തോളജി ആണെന്നാണ്. അതായത് മിത്തായിട്ടാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത്. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ലോകത്ത് പല രീതിയിലുള്ള ലെജൻസും കണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ലെജൻസ് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്തിട്ട് എന്റെ ഒരു അനാലിസിസ്, എന്റെ ഒരു റിസർച്ചിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്ന പല ഏൻഷ്യൻ സിവിലൈസേഷന്റെ കാലഘട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അതായത് എല്ലാ സിവിലൈസേഷൻസും ഏകദേശം ഒരേ ടൈം ഫ്രെയിമിലാണ് ഏകദേശം ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഒട്ടുമിക്ക സിവിലൈസേഷൻസിലും ഈ പറയുന്ന പോലെ ആർക്കിടെക്ചർ, ലാംഗ്വേജ്, ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ആ ഒരു കൾച്ചറൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രാക്ടീസസ് ആണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു, അതൊക്കെ നമ്മൾ ഒരുപാട് അടുത്ത് കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് പല ലെജൻസിലും പല രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ എല്ലാം കവർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു 1-2 മണിക്കൂർ നീണ്ട വീഡിയോ ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അനുനാക്കിയും ബൈബിളുമായിട്ടുള്ള കണക്ഷൻ ഞാൻ ശരിക്കും പറഞ്ഞുതരാം. അതുമാത്രമല്ല, അനുനാക്കിയ നമ്മുടെ ഇന്ത്യൻ പുരാണങ്ങൾ, അതായത് ഹിന്ദു പുരാണങ്ങളുമായിട്ട് ശരിക്കും കണക്ഷൻസ് ഉണ്ട്. അത് ഞാൻ മിക്കവാറും ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അനുനാക്കിയുടെ സ്റ്റോറിയിൽ ഗ്രേറ്റ് ഫ്ലഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് വലിയ ലോകം മൊത്തം നടക്കുന്ന ഒരു വലിയ പ്രളയത്തെ പറ്റിയിട്ട് ശരിക്കും ഇതിനകത്ത് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് സുമേരിയൻ ടെക്സ്റ്റുകളിൽ പറയുന്നത് നിബ്രു എന്നുള്ള പ്ലാനറ്റിൽ നിന്ന് അനുനാക്കി എന്ന് പറയുന്ന ഗോഡ്ലി ബീയിങ്സ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് ഈ പ്ലാനറ്റ് വന്നപ്പോൾ നമ്മുടെ ഭൂമിയിൽ പല രീതിയിലുള്ള ഭൂമികൾക്കും ഈ പറയുന്ന ടൈഡ്സും വളരെ വിഗ്രസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ വലിയ രീതിയിലുള്ള ഫ്ലഡും ഈ പറഞ്ഞ പ്രളയമൊക്കെ വന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. സയന്റിഫിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ശരിക്കും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഭൂമിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവം നമ്മുടെ മൂൺ നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൂൺ ഒരു ടൈഡൽ ഫോഴ്സ് നമ്മുടെ മൂൺ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബെയിലിയേറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് ഉണ്ടാവുന്നതിന്റെ കാരണം നമ്മുടെ മൂൺ ഈ പറയുന്ന നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടി ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ അത്ര, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ വലിയൊരു പ്ലാനറ്റ് നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടി ഇങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാം, പല രീതിയിലുള്ള എഫക്റ്റുകൾ ഉണ്ടാവാം. അത് ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ പ്ലാനറ്റ് നമ്മുടെ സൂര്യന് ചുറ്റും ചുറ്റുന്ന ഒരു ഓർബിറ്റൽ പീരീഡ് 3000 സംതിങ് വർഷങ്ങളാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ നിബ്രു എന്ന് പറഞ്ഞ പ്ലാനറ്റ് നമ്മുടെ ഭൂമിയുടെ അടുത്ത് എത്തിയപ്പോൾ അനുനാക്കി എന്ന് പറയുന്ന ഈ ഗോഡ്ലി ബീയിങ്സ് അവരുടെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോയതായിട്ടാണ്. അതായത് അവർക്ക് ആവശ്യമുള്ള സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് തന്നെ അവരുടെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോയതായിട്ടാണ് ശരിക്കും സുമേരിയൻ ടെക്സ്റ്റും ഈ ലെജൻസ് ഒക്കെ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ പ്രളയത്തെ പറ്റിയിട്ടാണ്. അതായത് ഗ്രേറ്റ് ഫ്ലഡ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നേരെ തന്നെ നമുക്ക് ബൈബിളിലേക്ക് വരാം. ബിബ്ലിക്കൽ ടെയിലിലെ നോവാസ് ആർക്കിൽ ഇതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് ഫ്ലഡിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു പ്രളയത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതിന് നോവാസ് ഫ്ലഡ് എന്നോ ജെനസിസ് ഫ്ലഡ് എന്നോ ബിബ്ലിക്കൽ ഫ്ലഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അനുനാക്കിയുടെ സ്റ്റോറിയിൽ പറയുന്ന പോലെ ഇതൊരു ഗ്ലോബലി നടക്കുന്ന ഒരു ഇവന്റ് ആയിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ ലോകം മുഴുവനും തന്നെ ഒരു ഫ്ലഡ് നടന്നതായിട്ടാണ് പറയുന്നത്. ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയായിട്ടാണ് ഈ ഒരു മഹാപ്രളയത്തെ ഇതിൻ്റെ അകത്ത് റെഫർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ദൈവം നോവയുടെ അടുത്തൊരു കപ്പൽ പടയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതേ സംഭവം തന്നെയാണ് സുമേരിയൻ ടെക്സ്റ്റിനകത്തും അനുനാക്കിയുടെ ടെയിലും പറയുന്നത്. അതായത് മഹാപ്രളയത്തിൽ നിന്ന് അനുനാക്കിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു വെസൽ ഉണ്ടാക്കിയതായിട്ടും അനുനാക്കിയുടെ ടെയിലിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈബിളിലും പറയുന്നത്. എന്നാൽ ഈ പ്രളയത്തെ പറ്റിയിട്ട് ബൈബിളിലും അനുനാക്കിയിലും മാത്രമല്ല പറയുന്നത്, നമ്മുടെ ഹിന്ദു മിത്തോളജിയിലും പറയുന്നുണ്ട്, ചൈനീസ് മിത്തോളജിയിലും പറയുന്നുണ്ട്, ഗ്രീക്ക് മിത്തോളജിയിലും പറയുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഹിന്ദു പുരാണങ്ങളിൽ മനൂസ് ഫ്ലഡ് എന്നാണ് ശരിക്കും ഈ പ്രളയത്തെ വിശേഷിക്കപ്പെടുന്നത്. ഹിന്ദു പുരാണം അനുസരിച്ച് ലോകത്തിലത്തെ ആദ്യത്തെ ഹ്യൂമൻ ആണ് മനു എന്ന് പറയുന്നത്. ഇവിടെയും ഈ പറയുന്ന പോലെ ഒരു മഹാപ്രളയത്തിന്റെ റെഫറൻസ് പറയുന്നുണ്ട്. ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വലിയ കപ്പൽ, ഒരു വെസൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം ശരിക്കും ഹിന്ദു പുരാണങ്ങളിലും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു മഹാപ്രളയത്തെ പറ്റിയിട്ട് നമ്മുടെ ചൈനീസ് മിത്തോളജിയിലും പറയുന്നുണ്ട്. ഇതിന്റെ പേര് നുവാസ് ഫ്ലഡ് എന്നാണ്.
ഇതിലെഴുതിയിരിക്കുന്ന മിത്തോളജി ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഇതൊരു മിത്തിക്കൽ ടെയിൽ മാത്രമായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിലും പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡുക്കാലിയോൺസ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യരുടെ പ്രവർത്തികൾ കാരണം ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതായിട്ടാണ് ശരിക്കും ഈ ഫ്ലഡിലൊക്കെ ഈ ഒരു കഥകളിലൊക്കെ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒട്ടുമിക്ക ലെജൻഡ്സിലും ഈ ഒരു ഫ്ലഡിനെ പറ്റിയുള്ള റെഫറൻസ് പറയുന്നുണ്ട്. അതിനോടൊപ്പം അനുനാക്കി സുമേരിയൻ ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലത്തെ ആദ്യത്തെ ഹ്യൂമൻ ബീയിങ് ഉണ്ടാക്കിയത് ഈ അനുനാക്കിയുടെ DNA ഉപയോഗിച്ചും ഈ പറയുന്ന നമ്മുടെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഹോമോ എറക്ടസ് ആണ് തോന്നുന്നു, അതിന്റെ DNA ഉപയോഗിച്ചിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് ശരിക്കും ഹോമോ സേപ്പിയൻസ്. അതായത് ഞാനും നിങ്ങളൊക്കെ പോലുള്ള സംഭവമായിട്ടാണ് ശരിക്കും ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഹ്യൂമന്റെ പേര് അദാമു എന്നാണ് ശരിക്കും ഇതിൽ പറയുന്നത്. ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മനുഷ്യന്റെ പേര് ആദം എന്നാണ്. ഈ രണ്ട് പേരുകൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ബൈബിളിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഗാർഡൻ ഓഫ് ഈഡൻ എന്നുള്ള ഒരു സ്ഥലം. അതായത് ഈ പറയുന്ന ആദമും ഈവും ഈ പറയുന്ന സ്ഥലത്ത് ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. വേറൊരു അർത്ഥത്തിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദൈവം ജീവിച്ചു വന്ന ഒരു സ്ഥലമായിട്ടാണ് ഗാർഡൻ ഓഫ് ഈഡനെ പറയുന്നത്. ജനറൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ലോങ് ആയിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് നല്ല ലെങ്ത് കൂടും. ഗാർഡൻ ഓഫ് ഈഡൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളത്, വളരെ പ്ലെന്റിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ശരിക്കും ബൈബിളിൽ പറയുന്നത്. അതായത് ഒരുപാട് ഫലവൃക്ഷങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് ശരിക്കും ഒരു പാരഡൈസ്, ഒരു സ്വർഗം പോലെയാണ് ശരിക്കും നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്നത്. എന്നാൽ ഇതേപോലത്തെ സംഭവം തന്നെ നമ്മുടെ അനുനാക്കിയുടെ സ്റ്റോറിയിലും പറയുന്നുണ്ട്. അതായത് അനുനാക്കി നമ്മുടെ ഭൂമിയിൽ വന്നപ്പോൾ ഇതേപോലെ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അതായത് ഇതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും എല്ലാ തരത്തിലുള്ള ഒരു ഏകദേശം ഗാർഡൻ ഓഫ് ഈഡനായിട്ട് വളരെ റിസംബിൾ ചെയ്യുന്ന ഒരു സംഭവം ശരിക്കും നമ്മുടെ അനുനാക്കിയുടെ ടെയിലും പറയുന്നുണ്ട്. അനുനാക്കിയുടെ സ്റ്റോറിയിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഹ്യൂമൻസിനെ ഈ പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനിലേക്ക് പ്രവേശനം കൊടുത്തു എന്നുള്ള കാര്യം ശരിക്കും ഇതിൽ പറയുന്നുണ്ട്. അപ്പോ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ബൈബിളിലും കൊടുത്തിരിക്കുന്ന ആ ഗാർഡൻ ഓഫ് ഈവ് എന്ന് പറയുന്ന ആ റെഫറൻസ്. ഗാർഡൻ ഓഫ് ഈവ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ലോകത്ത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ബൈബിളിൽ പറയുന്ന അനുസരിച്ച് മെസപ്പൊട്ടേമിയയിൽ എവിടെയോ ആണ് ശരിക്കും ഈ ഒരു സംഭവം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ടൈഗ്രസ് എന്ന് പറയുന്ന ഈ റിവറിന്റെ കടത്തായിട്ടാണ് ശരിക്കും ഈ ഒരു സംഭവം ലൊക്കേറ്റ് ചെയ്തതെന്നാണ് ശരിക്കും ഇതിൽ പറയുന്നത്. എന്നാൽ മെസപ്പൊട്ടേമിയയിലും വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ അനുനാഗിയുടെ സിവിലൈസേഷൻ, ഈ സുമേരിയൻ ടെക്സ്റ്റ് ഒക്കെ മെസപ്പൊട്ടേമിയയിൽ വെച്ചിട്ടാണ് ശരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഗാർഡൻ ഓഫ് ഈവിന്റെ ലൊക്കേഷൻ ബൈബിളിൽ പറയുന്നത് മെസപ്പൊട്ടേമിയയും ഈ പറയുന്ന അനുനാഗിയുടെ ടെയിലും കാര്യങ്ങളൊക്കെ നടന്നത് മെസപ്പൊട്ടേമിയയിലും വെച്ചിട്ടാണ്. അപ്പോ അവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഇതൊരു കോയിൻസിഡൻസ് ആണ്. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും അനുനാക്കിയിൽ പറയുന്ന കാര്യങ്ങളും ഏകദേശം സിമിലർ ആണ്. അത് ഒരു കോയിൻസിഡൻസ് ആണോ അല്ലയോ എന്ന് ശരിക്കും ചെക്ക് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോകത്തിൽ കണ്ടുവരുന്ന പല ലെജൻസിലും, അതായത് പലയിടത്തും കണ്ടുവരുന്ന പല ലെജൻസിലും പറയുന്ന ഒരു കാര്യമാണ് പ്രളയം. അപ്പൊ ഈ പ്രളയം നടന്ന കാലഘട്ടം നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ എന്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. മെസപ്പൊട്ടേമിയൻ സുമേരിയൻ ടെക്സ്റ്റുകളിൽ എപ്പിക് ഓഫ് ഗിൽഗമേഷിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രളയത്തെ പറ്റി പറയുന്നത്. അതായത് ഞാൻ വർഷക്കണക്ക് പറഞ്ഞുതരാം. ഏകദേശം 3825 to 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രളയം നടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അതേ സംഭവം നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 3600 3700 വർഷങ്ങൾക്കിടയിലാണ് ശരിക്കും ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്, അതായത് ഈ പ്രളയം നടന്നിരിക്കുന്നത്. ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4000 വർഷങ്ങൾ, അതായത് സെക്കൻഡ് മിലേനിയം BC-യിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതായിട്ടാണ് ഇതിലൊക്കെ പറയുന്നത്. ഇന്ത്യയിലത്തെ റെഫറൻസ് നോക്കുകയാണെങ്കിൽ 3100 3200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടന്നതായിട്ട് പറയപ്പെടുന്നത്. പക്ഷെ ചൈനീസ് മിത്തോളജിയിൽ ഈ പറയുന്ന പോലെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ചൈനീസ് മിത്തോളജി ഒക്കെ എഴുതപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ഉണ്ട്. അതിന്റെ പേരാണ് സിയ ഡൈനാസ്റ്റി. ഈ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഈ പറയുന്ന സെക്കൻഡ് മിലേനിയത്തിലൊക്കെയാണ് ശരിക്കും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായി വന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു കഥ പോലെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ അത് ഡേറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് സുമേരിയൻ ടെക്സ്റ്റുകളിൽ പറയുന്ന ആ പ്രളയത്തിന്റെ കാലഘട്ടവും ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രളയത്തിന്റെ കാലഘട്ടവും ഈ പറയുന്ന നമ്മുടെ ചൈനീസ് അത് ഓക്കെ, എന്നാലും അതിന്റെ ഒരു കാലഘട്ടം ഏകദേശം സിമിലർ ആണ്. അതായത് സെക്കൻഡ് മിലേനിയത്തിൽ വെച്ചാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ഹിന്ദു മിത്തോളജി ആയാലും നമ്മുടെ ഗ്രീക്ക് മിത്തോളജി ആയാലും ഈ പറയുന്ന ഒരു 3000 to 4000 വർഷങ്ങൾക്കിടയിലാണ് ഈ പറയുന്ന ഒരു ഗ്രേറ്റ് ഫ്ലഡിന്റെ അവർ റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന ഇന്ത്യയും ചൈനയും മെസപ്പൊട്ടേമിയയും ഒക്കെ വല്ലയിടത്തും കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതായത്
വളരെ ദൂരത്ത് കിടക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇത്രയും ദൂരത്ത് കിടക്കുന്ന പല സ്ഥലങ്ങളിലും കൊടുത്തിരിക്കുന്ന പല ലെജൻസിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമിലർ ആണ്. അതിന് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന കാലഘട്ടം, അതായത് ഈ പറയുന്ന 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ള ഒരു കണക്കും വളരെ സിമിലർ ആണ്. അപ്പോ ഈ പറയുന്ന ലെജൻസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു കെട്ടുകഥയായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ചിലവർ പറയുന്ന പോലെ ഇതൊക്കെ ഒരു മിത്തോളജി ആയിട്ട് എനിക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മതവും ജാതിയും ഒന്നും ഇല്ലാത്ത നമ്മുടെ ലോകത്ത് വെച്ച് എന്തോ ഒരു ഇവന്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ലോകത്തിലത്തെ പല ലെജൻസിലും പറയുന്ന സ്റ്റോറീസ് ഒക്കെ വളരെ സിമിലർ ആയിട്ട് തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലെജൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കഥകളും ഒരുപാട് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലത്തെ ലെജൻസ് മാത്രം നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എനിക്കൊരു വീഡിയോ ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ, ഇപ്പൊ ഒരു വീഡിയോ മാത്രമായിരിക്കില്ല, ഒരു 5-6 വീഡിയോ എങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കാരണം ഇത് എന്റെ മാത്രം റിസർച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.